ഹായ് ഓൾ, ദിസ് ഇസ് ലാസ്റ്റ് സൺഡേ മോർണിംഗ്. രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ അമ്മ കോഫി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കോഫി കുടിച്ചിട്ട് ഒരു സുഖമില്ല. എന്നാ പിന്നെ ഇനി കടൽ ഓഫ് ദ ഡേ. ഇന്ന് മോഹൻദാസ് അങ്കിളിന്റെ ഭാര്യയുടെ 5 കുള്ളിയുടെ ചടങ്ങായിരുന്നു. രാവിലെ ഞങ്ങൾ എല്ലാവരും അവിടെ പോയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവിടെ നിന്ന് വരുന്ന വഴി ഞാൻ ഒരു 1/2 കിലോ ബീഫ് മേടിച്ചു. ഇങ്ങ് വീടെത്താറായപ്പോൾ ഇവിടെ പോർക്ക് വെട്ടുന്നു. എങ്കിൽ പിന്നെ 1/2 കിലോ പോർക്കും കൂടെ വാങ്ങാന്ന് കരുതി. നിലുവിനടിയിൽ കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ അവനെ വന്ന വഴി തന്നെ തിരിച്ചു പറഞ്ഞു വിട്ടു. പോർക്ക് കഴുകി ഊറ്റാൻ വെച്ചിട്ട് ബീഫ് കഴുകി അങ്ങനെ ഞാനങ്ങ് ഫ്രീസറിലാക്കി. ആന്റിയുടെ മരണ ദിവസം വൈകുന്നേരം എനിക്ക് വല്ലാത്തൊരു തലവേദന വന്നു. ആലനാണെങ്കിൽ മരണ വീട്ടിലുമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണമോനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന്. അങ്ങനെ കണ്ണമോനും ഷാബിനുമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ഇങ്ങനൊരു കാര്യത്തിന് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോണത് കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കണം, ടെസ്റ്റ് ആണ് അത്ര. അതൊന്നും പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അത് IV ആക്കി തന്നു. നമ്മൾ മേടിച്ച മുളക് ഞാൻ 2 ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ല പച്ചയും പിന്നെ കുറച്ച് പഴുത്തത് വേറൊരു ബോക്സിൽ. പഴുത്തത് ആദ്യം എടുത്ത് തീർക്കാം, എന്നിട്ട് പതുക്കെ പിന്നെ പച്ച എടുക്കാമല്ലോ. ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ കുറച്ചധികം നാളെ ഇരിക്കും. മുളകിന്റെ ആ ഞെട്ടൊക്കെ അങ്ങ് കിള്ളിക്കളയണം കേട്ടോ. ഒരെണ്ണം ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്, കിളിക്കുമോന്ന് നോക്കാം. മോരുകറിക്കായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിച്ച് അതിലേക്ക് ഇതേ 3 മുളക് ഞാൻ ഇതുപോലെ കീറിയിടുന്നുണ്ട്. പെട്ടെന്ന് നടച്ചില്ലെങ്കിൽ എണ്ണയിൽ കിടന്നത് പൊട്ടി ഈ ഗ്യാസും ഇതിന്റെ ചുറ്റുപാടും മൊത്തം തെറിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മോരിന്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. വൈകുന്നേരങ്ങളിൽ പിരിക്കാൻ പോണ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ടും 10:30 എണീക്കുന്നത് കൊണ്ടും ആ സമയത്ത് എണീറ്റ് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ് ചില വീഡിയോസിലെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വയ്യായ്മ തോന്നുന്നത്. അത് ഉറക്കത്തിന് എണീറ്റ് പല്ലും തേച്ച് സൗണ്ട് കൊടുക്കാനിരിക്കുന്നത് കൊണ്ടാണ്. പോർക്ക് ഉപ്പും മഞ്ഞപ്പൊടി ഇത്തിരി മുളക് പൊടിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയിട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ, ലോ ഫ്ലെയിമിൽ 3 വിസിൽ. പോർക്ക് ഞാൻ വിന്താലും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിള്ളേർ 2 പേരും പോർക്ക് അധികം കഴിക്കത്തില്ല. അവർക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യണം, പിന്നെ വെജിറ്റബിൾ ഒന്നും ഇരിപ്പില്ല. അതുകൊണ്ട് കുറച്ച് ബ്രിഞ്ചോള് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയിട്ട് ആലനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അന്ന് തലവേദന കാരണം എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ണമ്മോൻ കുറച്ച് വേഗത്തിലാണ് വണ്ടി ഓടിച്ചത്. അവിടെ ചെന്നെത്തിയപ്പോൾ തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നി. ഞാൻ പുറത്ത് വൊമിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ചേച്ചി അല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണോ എന്ന് അറിയത്തില്ല, എന്തായാലും വ്യൂവർ ആണ്, വന്ന് സംസാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വ്യൂവറിന്റെ കുഞ്ഞിനായിരുന്നു വയ്യാതിരുന്നത്. ഞാൻ IV ഇട്ട് കിടന്നപ്പോൾ വാർഡിൽ മോനുമായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വൈദ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും മുഴുവൻ മസാലകളും കശ്മീരി മുളക് പൊടിയും വിനാഗിരിയും ചേർത്ത് വേണം നമുക്ക് വിന്താലുവിന്റെ അരപ്പ് റെഡിയാക്കി എടുക്കാൻ. ഇനി നമ്മൾ 2 പേരും മറ്റൊരു സാഹചര്യത്തിൽ കണ്ടുമുട്ടട്ടെ. സവാള ബ്രൗൺ കളർ ആകുമ്പോൾ അരപ്പ് ചേർത്ത് വേവിച്ചിരിക്കുന്ന പോർക്കും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ പോർക്ക് വിന്താലു റെഡിയാവും. ബത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടിട്ട് ഞങ്ങളെ ഓർമ്മ വന്നു എന്ന് കോമന്റിൽ വന്ന പോലെ തന്നെ നമ്മുടെ VS ഫാമിലിയിലെ സൂര്യയും മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ. പടം കണ്ടപ്പോൾ ഞങ്ങളെയാണ് ഓർമ്മ വന്നതെന്ന്. വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെ ഇറങ്ങിയോന്നാണ് ഞാൻ എത്തി നോക്കിയത്. ഞങ്ങൾ എല്ലാവരും കൂടെ എന്നിട്ട് പോയി സിനിമ കണ്ടു. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ടിപ്പിക്കൽ പ്രൊപ്പോസൽ സീനൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഞങ്ങൾക്ക് 2 പേർക്കും അറിയാമായിരുന്നു. പിന്നെ ഇതിങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് എൻ്റെ 2 ആങ്ങളമാർക്കും അറിയായിരുന്നു. പടം കഴിഞ്ഞ് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഈ ഒരു സാധനം ഞങ്ങൾ 10-15 എണ്ണം കഴിച്ചത്. നിബിന് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. കേറിയ വകയിൽ കുക്കുസാറും എടുത്തു 2-3. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.